എല്ലാ പത്രത്തിലും ഉള്ള ഒരു കാര്യമാണ് ഫുട്ബോൾ മത്സരവേദിയിൽ 56 മരണം സംഘർഷഭൂമിയായി എന്നുള്ളത്. അതായത് ഫുട്ബോൾ മത്സരവേദി സംഘർഷഭൂമിയായി 56 മരണം. ദാരുണ സംഭവം ഗിനിയിൽ പ്രാദേശിക മത്സരത്തിനിടെയാണ്. എന്നാലും പ്രാദേശിക മത്സരമാണെങ്കിലും 56 മരണം ഉണ്ടാവണമെങ്കിൽ അതിനെന്താ അല്ലേ, മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാന്നാണ് പറയുന്നത്. ഗിനിയിലെ എൻസറോക്കോറിയിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിനിടെ ഉണ്ടായിരുന്ന സംഘർഷത്തിൽ 56 പേർ മരിച്ചതായി ഗവൺമെൻറ്. നിരവധി പേർക്ക് പരിക്കുമേറ്റു. പ്രധാനമന്ത്രി അമധൗ ഔറിബായാണ് എക്സിലൂടെ ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ മരണസംഖ്യ 100-ലധികമാകുമെന്നാണ് നൂറിലധികമാണെന്നാണ് സ്ഥിരീകരിക്കാത്ത കണക്കുകൾ. 100-ലധികം എന്തോ വരുന്നുള്ളത്. അപ്പം അത് അത്രത്തോളം എന്തോ ഭീകരമായിട്ടുള്ളൊരു സന്ദർഭങ്ങളൊക്കെ ആയിരുന്നായിരിക്കും അവിടെ. എൻസറോക്കോർ സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച വൈകിട്ട് നടന്ന ലാബെ ക്ലബും എൻസറോക്കോർ ടീമും തമ്മിൽ നടന്ന പ്രാദേശിക മത്സരത്തിനിടെയാണ് സംഭവം. ആയിരക്കണക്കിന് ആളുകൾ മത്സരം കാണാൻ എത്തിയിരുന്നു. ഗിനിയിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് എൻസറോക്കോർ. പ്രസിഡന്റിനായി നടത്തിയ മത്സരം ഗിനിയുടെ താൽക്കാലിക പ്രസിഡന്റും മിലിറ്ററി ലീഡറുമായ മമാഡി ഡൗംബുയയ്ക്ക് ആദരമായി നടത്തിയ മത്സരത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. റഫറിയുടെ തീരുമാനം പ്രകോപനമായതാണ് ഇതിനൊക്കെ കാരണം എന്നാണ് പറയുന്നത്. റഫറിയുടെ തീരുമാനത്തിൽ പ്രകോപിതരായതാണ് കാണികൾ ആക്രമം അഴിച്ചുവിട്ടത്. സന്ദർശക ടീമായ ലേബിൻ്റെ രണ്ട് താരങ്ങൾക്ക് ചുവപ്പ് കാർഡ് നൽകുകയും എൻസറോക്കോറിന് അനുകൂലമായി പെനാൽറ്റി വിധിക്കുകയും ചെയ്തതോടെയാണ് സംഘർഷം തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനെതിരെ ലേബിൻ്റെ ആരാധകർ പ്രതിഷേധം തുടങ്ങി. ആരാധകർ മൈതാനത്തേക്ക് കല്ലുൾപ്പെടെ വലിച്ചെറിഞ്ഞു. പിന്നാലെ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. തുടർന്ന് ഇരു ടീമിൻ്റെയും ആരാധകർ ഗ്രൗണ്ട് കയ്യേറി പരസ്പരം ആക്രമണം അഴിച്ചുവിട്ടു. റഫറിയുടെ ആ ഒരു തീരുമാനത്തിൽ പ്രകോപിച്ചതാണ് രണ്ട് ടീമിൻ്റെയും ആൾക്കാർ സംഘർഷത്തിൽ നിന്നുള്ള രീതിക്ക് ഗ്രൗണ്ട് കയ്യേറി പരസ്പരം ആക്രമണം അഴിച്ചുവിട്ടെന്നാണ് പറയുന്നത്. സംഘർഷം തെരുവിലേക്കും വ്യാപിച്ചു. എൻസറോക്കോറിയിലെ പോലീസ് സ്റ്റേഷനും ആക്രമികൾ തീയിട്ടു. വലിയൊരു വിപ്ലവം പോലെ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ തിക്കിലും തിരക്കിലും പെട്ടാണ് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചത്. സ്റ്റേഡിയത്തിന് ഒരു പ്രവേശന കവാടമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പൂർത്തിയാകാത്ത പ്രൊജക്റ്റാണ് ഇതെന്നും പ്രദേശവാസി പറഞ്ഞു. നമുക്കിവിടെ കേരളത്തിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നോ? കുസാറ്റില് പ്രവേശന കവാടത്തിന്റെ ഇതില് തിക്കും തിരക്കില് പെട്ട് മരണം. അതുപോലെ തന്നെ ഇവിടെ റഫറിയുടെ തീരുമാനം പ്രകോപനമായതാണ് ഇങ്ങനെ. 56 മരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100-ലേറെ പേര് മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സംഘർഷത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൻതോതിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിന് പുറത്ത് ആളുകൾ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്നതും ചിലർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായുമാണ് ദൃശ്യങ്ങളാണ് മിക്ക വീഡിയോയിലും ഉള്ളത്. അതേസമയം എൻസറോക്കോറിലെ മോർച്ചറി നിറഞ്ഞതിനാൽ മൃതദേഹങ്ങൾ ആശുപത്രി വരാന്തയിൽ നിരയായി കിടത്തിയിരിക്കുകയാണെന്നും 100-ലധികം പേർ മരിച്ചിട്ടുണ്ടാകുമെന്നും കാഴ്ചകൾ ഹൃദയഭേദകമാണെന്നും ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2021 പട്ടാള അട്ടിമറിയിലൂടെ ആൽഫ കോണ്ടയെ പുറത്താക്കി മമാഡി ഡൗംബുയ പ്രസിഡന്റായി സ്വയം അവരോധിക്കപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്നും രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഇതുപോലെ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാജ്യത്ത് നടക്കാനിരുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഫുട്ബോൾ മത്സരങ്ങൾ നടത്തുന്നതെന്നാണ് വിവരം. 1891 മുതൽ ഫ്രഞ്ച് അധീനതയിലായിരുന്ന ഗിനി 1958 സ്വാതന്ത്ര്യം നേടിയത്. ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് ആദ്യമായി നടന്നത് 2010 അന്ന് ജയിച്ച് അധികാരത്തിൽ വന്ന കോണ്ടോയെയാണ് മമാഡി പുറത്താക്കിയത്. എന്തായാലും വലിയൊരു പ്രതിഷേധമായിരുന്നു, വലിയ സംഘർഷമാണ് നടന്നത്. 56 പേരിന്ന് റിപ്പോർട്ട് ചെയ്തെങ്കിലും 100ഓളം ആൾക്കാർ മരണത്തിനൊക്കെ ഇടയായിട്ടുണ്ട്. ഇപ്പോഴും ഗുരുതരാവസ്ഥയിലൊക്കെ കിടക്കുന്നവരൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. വളരെ അപൂർവമായിട്ട് ഫുട്ബോൾ മത്സരം നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും റഫറിയുടെ തീരുമാനങ്ങൾ പ്രകോപനമായതാണ് ഇതിനൊക്കെ കാരണം എന്നാണ്. പിന്നെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അങ്ങനെയൊക്കെ ഫുട്ബോളിനെ കണക്ട് ചെയ്തിട്ടൊക്കെ അതൊക്കെ എന്തായാലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല.
പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് കൂറ്റൻ ജയം. അണ്ടർ-90 ഏഷ്യ കപ്പിൽ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനോട് തോറ്റതിൻ്റെ വിഷമം തീർത്ത് ജപ്പാനെ 211 റൺസിന് തകർത്ത് യുവ ഇന്ത്യ. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ക്യാപ്റ്റൻ മുഹമ്മദ് അമാൻ്റെ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസ് എടുത്തു. മറുപടിക്ക് ഇറങ്ങിയ ജപ്പാനും 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. അപ്പം ക്യാപ്റ്റൻ്റെ ഇന്നിങ്സുമായി കളം നിറഞ്ഞ മുഹമ്മദ് അമാനാണ് കളിയിലെ താരം. 118 പന്ത് നേരിട്ട് 7 ഫോർ ഉൾപ്പെട്ടതാണ് അമാൻ്റെ സെഞ്ചുറി ഇന്നിങ്സ്. 4-ാം വിക്കറ്റിൽ അമാൻ KP കാർത്തികേയൊപ്പം കൂട്ടിച്ചേർത്ത് 122 റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ഇന്ത്യ ഇന്നിങ്സിന് വിജയിക്കാനുള്ള പ്രധാന കാരണം. അപ്പം ഇന്ത്യ പാകിസ്ഥാൻ തോറ്റതിൻ്റെ വിഷമം തീർത്ത് ജപ്പാനെ പരാജയപ്പെടുത്തി.